ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ നാം വീണ്ടും ഒരു വലിയ അനുഗ്രഹകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 50 ദിവസത്തെ വലിയ നൊയമ്പിലേക്ക്. നൊയമ്പ് വെറും ഭക്ഷണം ഒഴിവാക്കലല്ല, അത് ആത്മാവിനെ ഉണർത്താനുള്ളൊരു വിളിയാണ്. യേശു ക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യം. അവൻ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അവൻ ദൈവപുത്രനായിരുന്നു, എങ്കിലും പ്രാർത്ഥനയും ഉപവാസവും വഴി പിതാവിനോട് അവൻ അടുത്തു. അതിൽ നിന്ന് നമുക്കൊരു വലിയ ലെസൺ അവിടെ ലഭിക്കുകയാണ്. ആത്മീയ വിജയം ലഭിക്കുന്നത് ത്യാഗത്തിലൂടെയാണ്. സാക്രിഫൈസിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ വിജയം നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയരെ, നമ്മുടെ നൊയമ്പ് ഇന്ന് പലപ്പോഴും വെറും പേരിൽ മാത്രം ഒതുങ്ങി തീരുന്നില്ലേ? പക്ഷേ ദൈവവചനം നമ്മളെ കൂടുതൽ ആഴത്തിലേക്ക് വിളിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, ദൈവത്തിന് പ്രിയപ്പെട്ട നൊയമ്പെന്ന് പറയുന്നത് കരുണയുടെ നൊയമ്പാണ്. ഈ 50 ദിവസം നാം നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുണ്ടോ? നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചവരുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ അലസത വന്നിട്ടുണ്ടോ? നൊയമ്പെന്ന് പറയുന്നത് നാം സ്വയം പരിശോധിക്കുന്നൊരു കണ്ണാടിയാണ്. വിശുദ്ധ റോമർക്ക് എഴുതിയ സുവിശേഷം 14:17 പറയുന്നു: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതായത് ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു മാർഗം മാത്രമാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു പരിവർത്തനമായിരിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ കൂട്ടരെ, നമ്മുടെ കണ്ണുകൾ പാപത്തിൽ നിന്നും നൊയമ്പ് പാലിക്കണം. നമ്മുടെ ചെവികൾ ദോഷവാർത്തകളിൽ നിന്നും നൊയമ്പ് പാലിക്കണം. നമ്മുടെ നാവ് ദോഷവചനങ്ങളിൽ നിന്ന് നൊയമ്പ് പാലിക്കണം. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് നൊയമ്പെന്ന് പറയുന്നത് ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കൊരു നൊയമ്പ് വേണം. അഹങ്കാരത്തിൽ നിന്ന് നമുക്കൊരു നൊയമ്പ് വേണം. നമ്മുടെ സെൽഫിഷ്നെസ്സിൽ നിന്ന് നമുക്കൊരു നൊയമ്പ് വേണം. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരു കർശന നൊയമ്പ് കഴിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിരാശപ്പെടേണ്ടുന്നൊരാവശ്യവുമില്ല. ദൈവം നമ്മുടെ ബലിയേക്കാൾ നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിനാൽ അത് സംരക്ഷിക്കുന്നത് നമ്മുടെ ഒരു ആത്മീയ കടമയാണ്. നാം വീഴാം, പക്ഷേ നമ്മൾ ചില ദിവസങ്ങളിൽ നൊയമ്പ് പാലിക്കാൻ കഴിയാതിരിക്കാം. ഓരോ ദിവസവും നമുക്ക് പുതുതായി തുടങ്ങാനായിട്ട് സാധിക്കും. ദൈവം കരുണയുള്ള പിതാവാണ്. 50 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിലും പുതിയൊരു ഉയർപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മളിലുള്ള പാപങ്ങൾ, ദേഷ്യങ്ങൾ, പുതിയ സ്നേഹം, ഇതെല്ലാം ഉയർത്തെഴുന്നേൽക്കണം. നമ്മുടെ നൊയമ്പെന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ ലോകം കാണുവാനോ വേണ്ടിയിട്ടുള്ളതല്ല, ദൈവം കാണുവാൻ വേണ്ടിയിട്ടും മാത്രമുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന മനുഷ്യൻ കേൾക്കുവാനല്ല, ദൈവം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ്. റൂമിലിരുന്ന് നിലവിളിക്കുന്ന ഒരു പിതാവിൻ്റെ സ്വരം ഒരപ്പൻ തൻ്റെ മക്കളുടെ അടുത്ത് പറയുമ്പോൾ, ഒരു മകൾ തൻ്റെ അപ്പൻ്റെ അടുത്ത് പറയുമ്പോൾ, ഒരു മകൻ തൻ്റെ അപ്പൻ്റെ അടുത്ത് പറയുമ്പോൾ, ആ അപ്പൻ ഇരുന്ന് കേൾക്കുന്നത് പോലെ നമ്മുടെ അപ്പൻ നമ്മളെ ഇരുന്ന് കേൾക്കുവാനായിട്ട് തയ്യാറാകും. മുട്ടിന്മേൽ നിന്ന് കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ദൈവം അത് നമുക്ക് നിവർത്തിച്ചു തരും. ഈ വിശുദ്ധ കാലം നമ്മെ മാറ്റുന്നൊരു കാലമാകണം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം വരണം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയണം. ഈ 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം: കർത്താവേ, ഈ നൊയമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നൊയമ്പിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക്
വർജിക്കേണ്ടത് വർജിച്ച് ആർജിക്കേണ്ടത് ആർജിച്ച് സ്നേഹവും വിനയവും ക്ഷമയും കരുണയും പ്രാർത്ഥനയുമുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കണം. നൊയമ്പെന്ന് പറയുന്നത് ഒരു ഹേർട്ട് പ്ലാൻ ആയിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ നൊയമ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. മറ്റുള്ളവരെ കരുതുവാനായിട്ട്, സഹായിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.